ഇപ്പോൾ കെ ആർ സാജു കൂടി ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. സാജു, 7 മുനിസിപ്പാലിറ്റികളിലെ വാർഡ് വിഭജനമാണ് നിയമവിരുദ്ധമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനെ തുടർന്ന് വാർഡ് വിഭജന ഉത്തരവ് റദ്ദാക്കാനും ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ വിജ്ഞാപനം റദ്ദാക്കണമെന്ന് കൂടി ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. ഇത് സർക്കാരിനെ സംബന്ധിച്ച് എത്ര വലിയ തിരിച്ചടിയാണ്? തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനെയുണ്ടായിരിക്കുന്ന ഒരു നീക്കം അത് സർക്കാരിനുണ്ടാക്കാൻ പോകുന്ന വെല്ലുവിളി എത്രത്തോളമാണ്? സംസ്ഥാന സർക്കാർ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ നടത്തിയപ്പോൾ തന്നെ അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമായ ചില ലാഭങ്ങൾ ലക്ഷ്യമിട്ടുള്ളതാണ് എന്ന വിമർശനം പ്രതിപക്ഷം ഉയർത്തിയിരുന്നു. മാത്രമല്ല, ഇക്കാര്യത്തിൽ ആദ്യം തന്നെ പരസ്യമായ നിലപാട് വാർഡ് വിഭജനം സംബന്ധിച്ച കരട് പുറത്തു വരുമ്പോൾ തന്നെ ആദ്യം പ്രതികരണമുണ്ടായത് ഭരണാനുകൂല സംഘടനകളിൽ നിന്ന് തന്നെ ആയിരുന്നു എന്നതുകൂടി നമ്മൾ പരിഗണിക്കേണ്ടതാണ്. CPIയുടെ ജീവനക്കാരുടെ സംഘടനയായ തദ്ദേശ സ്ഥാപനങ്ങളിലെ CPIയുടെ സംഘടനയായ കേരള LST എംപ്ലോയീസ് ഫെഡറേഷനാണ് ഹൈക്കോടതിയെ ആദ്യം തന്നെ സമീപിക്കുക പോലും ചെയ്തിരിക്കുന്നത്. അന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നത് ഇത് പ്രധാനമായും അശാസ്ത്രീയമായ രീതിയിലാണ് വാർഡ് വിഭജനം നടത്തിയിരിക്കുന്നത് എന്ന കാര്യമാണ് ഏറ്റവും പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം വാർഡുകളുടെ പുതിയ അതിർത്തികൾ പോലും നിശ്ചയിച്ചതിൽ പോലും രാഷ്ട്രീയമായ ഇടപെടലുകൾ നടന്നിട്ടുണ്ട് എന്നായിരുന്നു CPIയുടെ സംഘടനയുടെ പോലും വാദമായി ഉണ്ടായിരുന്നത്. അതിൽ CPIയുടെ സംഘടന പറഞ്ഞിരുന്നത് അവരുടെ ശക്തി കേന്ദ്രങ്ങളെ പോലും CPIയുടെ ശക്തി കേന്ദ്രങ്ങളെ പോലും ഒഴിവാക്കുന്ന രീതിയിലുണ്ടായി. അതിനകത്ത് CPMൻ്റെതായ ഏകപക്ഷീയമായ ഇടപെടലുകൾ ഉണ്ടായി എന്ന വിമർശനം ഭരണമുന്നണിക്കകത്തു നിന്ന് തന്നെ ഉയർന്നു വരുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. മാത്രമല്ല, ജനസംഖ്യ ആനുപാതികമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യമായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്കറിയാം 2015 തന്നെ പഞ്ചായത്തുകളുടെ എണ്ണം കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിരുന്നെങ്കിലും അത് എങ്ങോട്ടും എത്തിയിരുന്നില്ല. അതിനിടയിലാണ് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഒരു വാർഡ് അധികമാക്കുക എന്ന നിലയിലുള്ള വാർഡ് വിഭജന രീതിയുമായി ഇത്തവണ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഏതാണ്ട് അത് അന്തിമഘട്ടത്തിൽ കരടായി അന്തിമഘട്ടത്തിലേക്ക് പോകാനിരിക്കെ തന്നെയാണ് ഇത് നിയമക്കുരുക്കിലേക്ക് പോയത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പഞ്ചായത്തുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാത്തത് ജനങ്ങളുടെ സേവനങ്ങൾ കൃത്യമായി ലഭിക്കുന്നതിന് തടസ്സമാകുന്നു എന്നതടക്കമുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷവും ഭരണാനുകൂല സംഘടനയും ഒക്കെ ഈ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് ഉയർത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് പുനർവിഭജനം പൂർത്തിയാക്കുക എന്ന ഒരു ലക്ഷ്യത്തിനു കൂടിയേറ്റ തിരിച്ചടിയാണ് ഇപ്പോഴത്തെ ഹൈക്കോടതി വിധി എന്ന് നമ്മൾ പറയണം. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അതൊരു പ്രതിപക്ഷത്തു നിന്ന് മാത്രമായി ഉയർന്നു വന്ന എതിർപ്പായിരുന്നില്ല. CPIക്ക് പോലും സമാനമായ പ്രതിപക്ഷത്തെക്കാൾ ശക്തിയേറിയ വിമർശനം ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് തന്നെയാണ് ഭരണാനുകൂല സംഘടനയായ CPIയുടെ തദ്ദേശ സ്ഥാപനങ്ങളിലെ സംഘടന കൂടി ഹൈക്കോടതിയിൽ കേസും മറ്റുമായി പോകുന്ന ഘട്ടമുണ്ടായത്. അതിനെല്ലാം കൂടി ഇപ്പോൾ പരിശോധിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിനേറ്റ കനത്ത തിരിച്ചടിയായി തന്നെ